वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। ഭഗവത്ഗീതയിൽ ഗതാസൂനഗതാസൂംശ്ച ന അനുശോചന്തി പണ്ഡിത. ഇവിടെ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചോ മരിച്ചുപോയവരെക്കുറിച്ചോ പണ്ഡിതൻ സമദർശിയായ ഒരു വ്യക്തി ഒരിക്കലും ദുഃഖിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ദ്വാരക മുങ്ങിപ്പോയേക്കാൻ സാധ്യതയുണ്ട് എന്ന് വന്നപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരിക്കും കേട്ടോ, ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞ് നേരെ അസ്തനപുരത്തേക്ക് പോയി അവിടെ വിരുന്നുകാരനായിട്ട് കൂടി. പിന്നീട് വിവരം ദ്വാരക മുങ്ങിപ്പോകുന്നുള്ള വിവരം ഇദ്ദേഹം ഇവിടെ അസ്തനപുരിയിലിരുന്ന് അറിയുകയാണെന്നിരിക്കട്ടെ. ഞാനെങ്കിൽ ഭഗവത്ഗീത പോയി, ഭഗവത്ഗീത വെറുതെ പറഞ്ഞതാണെന്ന് തോന്നുന്നു, അങ്ങനെ വെറുതെ പറയാവുന്നതേ ഉള്ളൂ എന്ന് വന്നു. അപ്പോൾ ഭഗവത്ഗീത പ്രവചിച്ചവൻ ആ ഭഗവത്ഗീതയിലെ പ്രവചനങ്ങൾക്ക് വിധേയമായി ജീവിക്കാനുള്ള മാനസികമായ ഭാവാത്മക ഊർജം കരസ്ഥമാക്കിയവനായിരുന്നു. ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഗാന്ധാരിയുടെ ശാപത്തിൻ്റെ ഫലം എന്നൊരു ചെറിയൊരു അംശത്തിലൂടെ കടന്നു പോകും മാഷിൻ്റെ ഈ ഒരു വ്യാഖ്യാനം ഇല്ലായിരുന്നെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് വസ്തുതകളായി കാണണം. ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നിഷേധിച്ച് കളയാം, ഇഷ്ടപ്പെട്ടാലും നിഷേധിച്ച് കളയാം. നമ്മളാർക്കും വാക്ക് കൊടുത്തിട്ടില്ലല്ലോ ഇത് നല്ല ഗംഭീരമായ ഒരു കൃതിയാണ് എന്ന് വാദിച്ചോളാം. സത്യത്തെ അംഗീകരിക്കണം. സത്യത്തെ അംഗീകരിക്കരുത്. സത്യത്തെ അംഗീകരിച്ചാൽ അപകടമാണ്. ഇതുപോലൊരു മണ്ടത്തരം ഈ സത്യത്തെ അംഗീകരിക്കുന്നത് പോലെ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യാനില്ല. ഒരു സവിശേഷമായ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ സത്യത്തെ അംഗീകരിക്കുന്നതുകൊണ്ട് ദോഷമില്ല. സത്യമേവ ജയതേ ന അനൃതം എന്ന് എഴുതിയും പറഞ്ഞും പരത്തിയതിൻ്റെ ഉദ്ദേശം സത്യം ജയിക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ്. അല്ലെ എങ്കിലും എടുത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കൂട്ടത്തിൽ സത്യമേവ ചെയ്തേ സത്യമേവ ചെയ്ത് സത്യമേവ ചെയ്ത് നാ അനൃതം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തീരുമാനമായി വട്ടായി എന്നുള്ളത്. ഇപ്പോൾ സത്യം ജയിച്ചതിന് അത്രയേറെ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ എടുത്തു കാണിക്കാനില്ല. പുരാണങ്ങളിലുണ്ടാകും. അത് ഇതിനു വേണ്ടി എഴുതിയതാണ്, അതുകൊണ്ടാണ് പുരാണങ്ങളിലുണ്ടാകും എന്ന് പറയുന്നത്. സാർ, വേറെ കാര്യം, ഈ സാധാരണ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുത്തിയേ നമുക്ക് ഈ കൃതികളൊക്കെ വായിക്കാൻ പറ്റുള്ളൂ, ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഇവരുടെ മഹത്വം നഷ്ടപ്പെടുമെന്നാണോ സാർ? മഹത്വം നഷ്ടപ്പെടുമെന്നല്ല, മഹത്വമൊന്നും നഷ്ടപ്പെടില്ല. നമ്മുടെ നടുക്കടലിൽ വീണതുപോലെ ഇരിക്കും. എന്താ ഒന്നും മനസ്സിലാകാതെയും കഥയിലെ സംഭവങ്ങൾ കുറേയൊക്കെ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. ശരിയായ എസൻസ് കിട്ടില്ല. എന്നിട്ട് ആ ഓർമ്മയിൽ നിൽക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കി നമ്മൾ എടുത്തു തുടങ്ങും. അപ്പോൾ നമുക്ക് ആ തലത്തിലേക്ക് നമ്മൾ ഉയരേണ്ടിയിരിക്കുന്നു ഒരു വായനക്കാരൻ ഉയരണം. അത് ഇത് വ്യാസൻ എന്നല്ല, ഈ എഴുതപ്പെട്ടിട്ടുള്ളതിൽ നിലനിൽക്കാൻ സാധ്യതയുള്ള ഏത് ഗ്രന്ഥത്തെ സംബന്ധിച്ചും അതാണ് വസ്തുത. ഈ ഇതിഹാസകാരനായ വ്യാസൻ ചിരഞ്ജീവിയായി മാറുകയാണ് ചെയ്യുന്നത്. ചിരഞ്ജീവിയായി മാറുന്നു. ലോകഗതിയിൽ നമ്മുടെ എല്ലാ മനസ്സിൽ ചിരഞ്ജീവിയായ വ്യാസനുണ്ട്. പക്ഷെ വ്യാസന്റെ ഒരു അവസാനം അന്ത്യം എന്നൊക്കെ പറയുന്നത് വളരെ ഇതായിരിക്കും. വാക്യം പോലും അവസാനത്തിലും അന്ത്യത്തിലൊന്നും യാതൊരു കഥയുമില്ലെന്നേ, ഒരർത്ഥമില്ല അതിനൊന്നും. അപ്പം വ്യാസൻ സങ്കല്പമായിരുന്നു എന്നങ്ങ് വിചാരിച്ചാലോ? അങ്ങനെ വിചാരിച്ചോളാം. സങ്കല്പമായിരിക്കാം, കാരണം കൃതി കിടക്കുകയല്ലേ. വ്യാസൻ എഴുതിയ ആള് വേറെ ഒരു പേര് വെച്ചതാണെന്ന് കരുതിയാൽ പോരെ. ഇപ്പോൾ ഉറൂബ്
അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടല്ലോ. വ്യാസൻ അല്ലെങ്കിൽ വേറൊരാൾ ഇത് എഴുതിയതാണ്. 28 വ്യാസന്മാരെ കുറിച്ച് വിഷ്ണു പുരാണത്തിൽ പറയുന്നു. അതുകൊണ്ടെന്താ? ഓരോ കാലഘട്ടത്തിലും വ്യാസന്മാരുണ്ടാകും എന്ന ഒരു വിശ്വാസത്തിൽ. ഓരോ കാലഘട്ടം എന്ന് വെച്ചാൽ ഓരോ വർഷത്തിൽ. ഓരോ വർഷത്തിലല്ല. ഇപ്പം മാഷ് ഞങ്ങളോട് ഇത് പറയുമ്പോൾ മാഷിനെ ഞങ്ങൾ വ്യാസനായിട്ട് കാണുന്നു. അതിന് എനിക്ക് കുറ്റമൊന്നുമില്ല. ഇല്ല, ആ രീതിയിൽ വ്യാസൻ ചിരഞ്ജീവിയാണ് മാഷെ. ആ രീതിയിൽ വ്യാസൻ ചിരഞ്ജീവിയാണ്. രചനയുടെ തത്വവും രചനയ്ക്ക് ആധാരമായ തത്വവുമുണ്ട്. ഒരു രചനയ്ക്ക് എപ്പോഴും രചനയുടെ തത്വം ഉണ്ടായിരിക്കും. ആ തത്വം അനുസരിച്ചാണ് രചിക്കുന്നത്. താൻ സ്വീകരിച്ചിരിക്കുന്ന രചനാതത്വം ഇന്ന സ്വരൂപത്തോടു കൂടിയതാണ് എന്ന് ഒരു രചയിതാവ് അറിഞ്ഞിരിക്കണമെന്നില്ല. ഇല്ല, കാലം അയാളെ വിളിക്കുന്നതാണ്. കാലം വിളിക്കുന്നതൊന്നുമല്ല, അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. അയാൾ രചനയ്ക്ക് പ്രേരണയായി തിരഞ്ഞെടുത്തിട്ടുള്ള ജീവിത തത്വവും കാണും, ഒരു രചനാതത്വവും കാണും. ഇത് രണ്ടും ചിലപ്പോൾ മനഃപൂർവ്വമായി അറിഞ്ഞിരിക്കണമെന്നില്ല. അതിന് അയാൾ തന്നെ തൻ്റെ കൃതി വീണ്ടും വായിച്ചു പോകണം. രണ്ട്, ഈ രചനയുടെ വളരെ തിരക്കേറിയ അനുഗ്രഹീതമായ ഒരു മുഹൂർത്തത്തിൽ താൻ എന്താണ് എഴുതി വയ്ക്കുന്നത് എന്ന് ശ്രദ്ധിക്കാതെ ആ എഴുത്തിൻ്റെ വേഗത്തിനൊപ്പം പ്രവഹിച്ചു പോകുന്ന നിസ്സഹായനായ ഒരു എഴുത്തുകാരനെയാണ് നാം കാണുന്ന ഇത്തരം വലിയ കൃതികളിലൊക്കെ. പിന്നീടാണ് അയാൾക്ക് വിശ്രമവേളയിൽ അയാൾ വായിച്ചു നോക്കുമ്പോഴാണ് അയാൾക്ക് ഇത് സാമാന്യം കൊള്ളാവുന്ന ഒരു നോവലാണല്ലോ, കഥയാണല്ലോ താൻ എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നത്. അങ്ങനെ വായിച്ച് കഥയുടെ അലകും പിടിയും കഥയുടെ എലുകയും സർവേനം വരും മനസ്സിലാക്കി ഇത് മസ്തിഷ്കത്തിൽ ഇട്ട് താലോലിച്ചു കൊണ്ടിരിക്കണം വളരെ കാലം. അല്ലാതെ മഹാഭാരതം കഥ കഥയായിട്ട് മാറ്റി എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പോഴും വരെയായി. ഇപ്പോൾ സത്യവതിയുടെ അപ്പനോട് ഭീഷ്മർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭീഷ്മരുടെ അപ്പൻ്റെ വിവാഹത്തെക്കുറിച്ച്. ഇനി ബാക്കി എഴുതി തുടങ്ങാം. സത്യവതി പരിണയം കഥകളി. അങ്ങനത്തെ എഴുത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അങ്ങനെ എഴുതാൻ ഇത് വായിക്കരുത്. അങ്ങനെ എഴുതാൻ ഇത് വായിച്ച് അങ്ങനെ എഴുതിയിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. അപ്പോൾ രചനയുടെ ലക്ഷ്യം പിടികിട്ടുകയില്ല എന്ന് മാത്രമല്ല, ഇത് അന്യഥാകരിക്കുകയും കൂടി ചെയ്യും. ലക്ഷ്യം മനസ്സിലായെങ്കിൽ പിന്നെ തോന്നുന്ന വഴിക്കായിരിക്കും എഴുത്ത് പോകുന്നത്. എഴുത്ത് തോന്നുന്ന വഴിക്ക് പോകുന്നു തോന്നിയാൽ അത് തടഞ്ഞ് അതിൻ്റെ നേർവഴിക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ലക്ഷ്യം മുന്നിൽ വേണം. അപ്പോഴാണ് ഈ കഥാസംഭവങ്ങൾ ലക്ഷ്യത്തിലേക്ക് ഒഴുകിച്ചെല്ലത്തക്ക വിധത്തിൽ കഥ രചിച്ചു വിടാനും പറ്റുന്നത്. അതിന് സഹസ്രകിരണനായ ഒരു സൃഷ്ടാവ് വേണം. അതിനുള്ള സൂചനകളാണ് മഹാഭാരതത്തിൽ പലയിടത്തും നൽകിയിരിക്കുന്നത്. സംഭവങ്ങളിൽ താല്പര്യമില്ലാതെ സംഭവങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, ജീവിതാനുഭവങ്ങളിൽ താല്പര്യമില്ലാതെ ജീവിതാനുഭവങ്ങൾ സമസ്ത ജനങ്ങളുടെയും ജീവിതാനുഭവങ്ങളെ പ്രത്യേക ദിശയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട്, ധർമാധർമ്മം എന്ന ദ്വന്ദ്വ സങ്കല്പത്തിൽ ഒരു താല്പര്യവുമില്ല അതെ ധർമാധർമ്മങ്ങൾ ഏത് വിധത്തിലാണ് നിറവേറ്റേണ്ടത് എന്ന് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന, എവിടെയുണ്ട് എന്ന് കൃത്യമായി നിശ്ചയിക്കാൻ വയ്യാത്ത, എവിടെ ഇല്ല എന്ന് കൃത്യമായി പ്രവചിക്കാൻ വയ്യാത്ത ഒരു കഥാപാത്രത്തെ, ഒരു മനുഷ്യനെ കഥാനായകനാക്കി വെച്ചുകൊണ്ട് വലിയ ഒരു ഇതിഹാസം രചിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ അളവുകളൊന്നും അവിടെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റാതെ വരും. അത്രയുമെങ്കിലും അറിഞ്ഞിരിക്കണം.
ഈ ക്ലാസ്സിൽ കയറുകയില്ലാത്ത കുട്ടികളുണ്ട് ഒരു വിഭാഗം. അങ്ങനെ ക്ലാസ്സിൽ കയറാതെ നടന്നിട്ടുള്ള കുട്ടികൾ അധ്യാപകരായിട്ട് കുട്ടികൾ ക്ലാസ്സിൽ കയറണമെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചിട്ടുള്ളത് ക്ലാസ്സിൽ കയറാതെ നടന്ന കുട്ടികളാണ്. പിൽക്കാലത്ത് അധ്യാപകന്മാർ വന്നപ്പോൾ ക്ലാസ് ഒരു ദാക്ഷിണ്യവുമില്ല അവർക്ക് ആ കാര്യത്തിൽ. ഇതങ്ങനെയല്ല. താൻ ചെയ്തു പോന്നിട്ടുള്ളതും ചെയ്യേണ്ടതും തനിക്ക് വേണ്ടതും വേണ്ടാത്തതും തനിക്ക് സൗകര്യമുള്ളതും അസൗകര്യം നിറഞ്ഞതും ഏതും ചെയ്ത് അതിൽ ലാഭേച്ഛ കൂടാതെ മുന്നോട്ട് പോകുന്ന നമുക്ക് പ്രമാണീകരിക്കാൻ വയ്യാത്ത ധർമ്മപുത്രരെ നമുക്ക് പ്രമാണീകരിക്കാം, ഒരു പ്രമാണമായി സ്വീകരിക്കാം. ഇത് ശ്രീകൃഷ്ണനെ പ്രമാണമായി സ്വീകരിക്കാൻ വയ്യ. കാരണം അങ്ങനെ ഒരു പ്രമാണത്തെ നാം എങ്ങും കാണുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ പ്രമാണമാക്കും? ഈ 10 ഭാര്യമാർ, ആ 10 ഭാര്യമാർ ഉള്ള ഒരു പുരുഷനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. 16,008 ഭാര്യമാർ, 16,000 പേര് ഒന്നിച്ച് നരകാസുരൻ്റെ കൊട്ടാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് പുറത്തേക്ക് വന്നവരാണ്. അവർക്കും താമസിക്കാനിടമില്ലെന്ന് പറഞ്ഞാൽ അവരെ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. 16,000 സ്ത്രീകളെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ ധൈര്യമുള്ള 16,000 അല്ല, അരസ്ത്രീയും കൊണ്ട് വിവാഹിതനായ ഒരു പുരുഷൻ അവൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി? പാദയാത്ര കഴിഞ്ഞിട്ട് ഇത് രണ്ടുപേരും കൂടി എവിടെയെങ്കിലും പോയി മുറിയെടുത്ത് ഹോട്ടലിൽ എവിടെയെങ്കിലും പോയി താഴും. ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അച്ഛനമ്മ ഉണ്ടെങ്കിൽ അച്ഛനമ്മയും, ഭാര്യ ഉണ്ടെങ്കിൽ അവർ 3 പേരും കൂടി ആ കൊണ്ടുചെന്ന ഭർത്താവിനെ പുറത്താക്കിയിട്ട് പിന്നെ കാര്യം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരാളെ നിങ്ങൾക്ക് വഴിയൊഴിച്ച് കാണാനൊക്കെ ഇല്ല. മറ്റേ 16,008 ഭാര്യമാരുടെ ഭർത്താവല്ലേ. എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് തോന്നുന്നുണ്ടോ ജീവിതത്തിൽ? അപ്പോൾ ജീവിതത്തിൽ ഒരിടത്തും വെച്ച് നിങ്ങൾക്ക് കാണാൻ, സാധാരണ ഒരു മനുഷ്യന് കാണാൻ സാധ്യമല്ലാത്ത പ്രകൃതിരഹിതനായ, സ്വഭാവരഹിതനായ ഒരു വ്യക്തിയെ കഥാപാത്രമാക്കുമ്പോൾ ആ കഥാപാത്രത്തിൽ തൊടുമ്പോൾ നമുക്ക് പൊള്ളും. ഇതാണ് അത്തരം ജീവിതമാണ് നയിക്കുന്നത്. എന്താണ്? പ്രപഞ്ചങ്ങളെല്ലാം കൂടി ഒരു മനുഷ്യനായിട്ട് നിൽക്കുകയാണ്. അവൻ്റെ കാഴ്ചയ്ക്കും അവൻ്റെ കേൾവിക്കും അവൻ്റെ വർത്തമാനത്തിനും പ്രത്യേക ശൈലിയായിരിക്കും. തീ കൊണ്ടുള്ള പെരുമാറ്റമായിരിക്കും അവൻ പെരുമാറുന്നത്. അഗ്നി കൊണ്ട് ശരീരം പതയ്ക്കുന്നവനായിരിക്കും അവൻ. അപ്പോൾ നമുക്ക് പേടി വരും. അങ്ങനെ നമുക്ക് ഏത് പ്രവൃത്തി എടുത്തു നോക്കിയാലും പേടി വരത്തക്ക വിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് എന്നാൽ അണഞ്ഞു പോകാത്ത പുഞ്ചിരിയോടുകൂടി എല്ലാ ജനസംസദകളിലും തന്നെ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് പോലും നോക്കാതെയാണ് ഈ കയറി ചെല്ലുന്നത്. അവിടെ കയറി ചെന്നാൽ ഇരിക്കാനാണ് അത്തരം ഒരു സിംഹാസനം അവിടെ ഇട്ടിരിക്കുന്നത് നോക്കാതെ ആ സിംഹാസനത്തിൽ കയറിയിരിക്കും. ചിലപ്പോൾ വേറെ വലിയൊരു ചക്രവർത്തിക്ക് വേണ്ടി ഇട്ടിരിക്കുകയായിരിക്കും അത്. അദ്ദേഹം വന്നപ്പോൾ ഒഴിഞ്ഞു കണ്ട സ്ഥാനം അതേ ഉള്ളൂ. അവിടെ കയറിയിരിക്കും, അവിടെ ഇരിക്കും. ആരും എഴുന്നേക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനൊരു വ്യക്തിയെ നിങ്ങൾക്ക് നിത്യജീവിതത്തിലോ ഭാവനാജീവിതത്തിൽ പോലുമോ പരിചയപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ സമുന്നതമായ ഒരു മണ്ഡലത്തിൻ്റെ കേന്ദ്രവർത്തിയായി വിശ്രമിക്കുന്ന ഒരു അതീത ചൈതന്യത്തെ ഏതർത്ഥത്തിലായിരിക്കും നിങ്ങൾ വിലയിരുത്താൻ പോകുന്നത്? അപ്പം നമ്മുടെ വിലയിരുത്തൽ എവിടെ വരെ ചെല്ലും? വ്യക്തി അനുഭവങ്ങൾ. ധർമ്മപുത്രരുടെ അടുത്ത് വരെ ചെല്ലും. നല്ല ഭരണാധിപനായിരുന്നു. അങ്ങനെ ചില നല്ല ഭരണാധിപന്മാരാകാൻ സാധിക്കും. അത് നമുക്കും സാധിക്കും.
മറ്റിടത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. അവിടുത്തെ കഥ വേറെയാണ്, അവിടുത്തെ ആൾ വേറെയാണ്, അവിടുത്തെ രീതി വേറെയാണ്, അവിടുത്തെ ശൈലി വേറെയാണ്, അവിടുത്തെ പെരുമാറ്റം വേറെയാണ്, അവിടുത്തെ സ്വീകരണത്തിൻ്റെ രീതി തന്നെ പറയാം. അപ്പോൾ അത് ഒഴിവാക്കണം. അത് വായിച്ചു നോക്കാമെന്നുള്ളതല്ലാതെ അതിൽ കയറി എന്തെങ്കിലും വാക്ക് പറയാനോ അത് വിമർശിക്കാനോ ഭാവന ചെയ്യാനോ സാധ്യമല്ല. അസാധ്യമല്ലാത്തതുകൊണ്ട് നാം അതിന് അധികാരിയല്ല എന്ന് മനസ്സിലാക്കണം. അതിന് വരും തുടങ്ങുന്നത് തന്നെ ഈ കഥാപാത്രത്തിൻ്റെ നെഞ്ചത്തേറി നിന്നുകൊണ്ട് എല്ലാവരും. യയാതി എഴുതിയ ഖണ്ഡേക്കറാണ് പറഞ്ഞത് കൃഷ്ണനെക്കുറിച്ച് അങ്ങനെ ഒരു നോവൽ എഴുതാൻ സാധ്യമല്ല. രാജമൗലിക്ക് പിന്നെ ഭാരതം കഥ സിനിമയാക്കണമെന്നാണ് ആഗ്രഹം. ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ മഹാഭാരതം ഒരു കാലത്തും സിനിമയാക്കില്ല. അതെന്താ? എനിക്കതിനുള്ള യോഗ്യതയില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾക്ക് മഹാഭാരതം വായിച്ചിട്ട് മനസ്സിലായി എന്നാണ് അർത്ഥം. മഹാഭാരതം വായിച്ചിട്ട് മനസ്സിലാകാത്ത ആളുകളാണ് മഹാഭാരതത്തെ ആസ്പദമാക്കി പലതരത്തിലുള്ള വികടരൂപങ്ങൾ ഉണ്ടാക്കിവിടുന്നത്. അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ലെന്നല്ല. ഇത് മഹാഭാരതത്തിന് കഥാപരവും സാഹിത്യപരവും അല്ലാത്ത ഒരു മൂല്യമുണ്ട് ഇന്ത്യയുടെ ജീവിതത്തിൽ. ആ മൂല്യത്തിനെതിരായി പോകും അതിൽ വെട്ടുന്ന ഓരോ വെട്ടും. അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള അനേകം കഥകളും ഉപകഥകളുണ്ട്. അതൊക്കെ എടുത്ത് നമുക്ക് വലുതാക്കി നോവലെഴുതാം. ഇപ്പോൾ സമകാലീനമായ സമൂഹത്തിൽ നിന്ന് പറ്റിയ സംഭവങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ എത്ര സംഭവങ്ങൾ വേണമെങ്കിലും എത്ര കഥാതന്തുക്കൾ വേണമെങ്കിലും നമുക്ക് ഇതിലൊരു ശാന്തിപർവ്വത്തിൽ കിട്ടും. അപ്പം അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ രൂപം മാറ്റി എഴുതാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലാക്കിയവൻ, ഗ്രഹിച്ചവൻ, വസ്തുത ഗ്രഹിച്ചവൻ ഒരിക്കലും ഇതിൻ്റെ മഹത്വം കാരണം അങ്ങോട്ട് അടുക്കില്ല. ഈ പിന്നെ ഭാഗവതം വിവർത്തനം ചെയ്തപ്പോൾ ഇതുപോലെ ഒരു വിവർത്തനം മഹാഭാരതത്തെ സംബന്ധിച്ച് ചെയ്തുകൂടെ? വിവർത്തനം ചെയ്തുകൂടെ മഹാഭാരതം? അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ അത് എന്നും ആഗ്രഹമായി തന്നെ ഇരിക്കും. ഞാൻ അതിന് ശക്തനല്ല. അക്കിത്തം പറഞ്ഞ അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങവർക്കത് വായിച്ചിട്ട് മനസ്സിലായി എന്നാണ്. മനസ്സിലായതുകൊണ്ട് അതിനെ സംബന്ധിച്ച് എഴുതാൻ സാധ്യമല്ല. ഈ മനസ്സിലായത് അതിൻ്റെ വളരെ താഴത്തെ സംഗതികളായിരിക്കും. അപ്പോൾ അത് മുഴുവനും മനസ്സിലാക്കിയെടുക്കാനുള്ള ആയുർബലമില്ല. ഇത് പ്രപഞ്ചങ്ങളുടെ ആകത്തുക എണ്ണി നോക്കി എന്ന് അവകാശപ്പെടുന്ന വലിയ ഒരു സൃഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുന്നതാണ് മഹാഭാരതം. പ്രപഞ്ചങ്ങളുടെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുള്ള വേറെ ആളുകളില്ല. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ധൈര്യം വന്നിട്ടുള്ള വേറെ ആളുകളില്ല. അഥവാ അങ്ങനെ പറയാൻ ധൈര്യം വന്നിട്ടുള്ള ആളുകളെല്ലാം പ്രാന്താശുപത്രി കിടന്ന് ചാകുകയാണ് ഉണ്ടായിട്ടുള്ളൂ. സാധാരണ ജീവിതത്തിൽ ജീവിച്ചിരുന്നവരല്ല. അതുകൊണ്ട് അതിൽ തൊടാതെ നമുക്ക് സാധാരണ ആളുകൾക്ക് തൊടാവുന്ന അനേകം ഇടങ്ങളുണ്ട്, സ്പർശ്യ ദൃശ്യങ്ങളുണ്ട്. ഇടം എന്നുള്ളതൊരു ഇപ്പോൾ സാധാരണ ആളുകൾ പ്രയോഗിക്കുന്ന വാക്കാണ് ഇടം എന്നുള്ളത്. വളരെ പ്രാചീനമായ ഒരു പദമാണ്. തമിഴിലും തെലുങ്കിലും കർണാടകത്തിലൊക്കെ ഉള്ള പദമാണ്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതിനാണ്
ഈ കഥയിലെ രചനാതത്വമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആധ്യാത്മിക ശാസ്ത്രം ഇടയ്ക്കൊന്ന് പറഞ്ഞു വയ്ക്കുകയും കൂടി ചെയ്തത്. കാരണം ഇവർ വഴിപശയിൽ പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. കഥയുടെ തുടക്കത്തിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു വായനക്കാരൻ. ഈ ഭീഷ്മപർവത്തിലെത്തുമ്പോൾ ഇപ്പോൾ കഥ എവിടെ തുടങ്ങി, എങ്ങനെ തുടങ്ങി, കഥയുടെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ ഇത് പിന്നെയും കൂടെ നടുക്ക് സംയോജിപ്പിച്ചിരിക്കുകയാണ്. അവിടെയാണ് നാം ഈ പ്രപഞ്ചങ്ങളിനെ തിട്ടപ്പെടുത്തിയവനാണോ വ്യാസൻ എന്ന് മനസ്സിലാക്കുന്നത്. അവിടെയാണ്, അതിലെ വിശ്വരൂപ ദർശനത്തിലാണ്. വിശ്വരൂപ ദർശനം പോലത്തെ ഒരു പീസ്, ഒരു ഭാഗം ലോകത്തിൽ ആർക്കും എഴുതാൻ സാധ്യമല്ല. ലോകത്തിൽ ആരും എഴുതിയിട്ടുമില്ല. അങ്ങനെ ഒരു സങ്കല്പവുമില്ല യൂറോപ്യൻ കവികൾക്ക്. അപ്പോൾ അവിടെ താൻ എന്ത് ജീവിതത്തിൻ്റെ പരമപ്രമാണമായി പ്രവചിച്ചുവോ അതനുസരിച്ച് ജീവിച്ച് അന്ത്യത്തിൽ അദ്ദേഹം ശരീരം ത്യജിച്ച് പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. അല്ലാതെ പുറത്തു നിന്ന് മറ്റാരുടെ എങ്കിലും വകയായ ഒരു മൂല്യവും വ്യാസൻ ഇതിനകത്തേക്ക്, ഈ രചനയിലേക്ക് സ്വീകരിച്ചിട്ടില്ല. അത് സാധാരണ ഒരാൾക്ക് സാധിക്കുന്നതുമല്ല. ഈ താൻ പറഞ്ഞതുപോലെ തന്നെ ജീവിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഗാന്ധിജി ആണ് പറഞ്ഞത്, ഞാൻ വളരെ കാലം രോഗമായിട്ട് കിടന്ന് ചികിത്സകളൊന്നും ഫലിക്കാതെ മിണ്ടാനും കൂടി സാധിക്കാതെ കിടന്ന് നരകിച്ച് ചാകുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഞാൻ നിങ്ങളെയെല്ലാം വഞ്ചിച്ച ഒരു പരമ കള്ളനായിരുന്നു എന്ന്. അങ്ങനെ സംഭവിച്ചില്ല. അങ്ങനെ പറഞ്ഞ് ഏതാണ്ട് 28 ദിവസം കഴിയുമ്പോഴാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നത്. ഒരു ദിനരോധനവും പുറപ്പെടുവിച്ചില്ല. വളരെ ശാന്തനായി മറിഞ്ഞു വീണു. മറിഞ്ഞു വീണതിന് ശേഷം ശാന്തനായതാണോന്നും അറിയാൻ പറ്റില്ല. കാണുമ്പോൾ മുഖത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അത് ചത്ത് കിടക്കുന്ന ആളല്ലെന്നേ നമുക്ക് തോന്നുള്ളൂ. അങ്ങനെക്കുറിച്ചും വിമർശനങ്ങളുണ്ട്. ജീവിതത്തിൽ നുണ മാത്രം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ആളുകൾ ഗാന്ധിജിയെ വിമർശിക്കുന്നത് കേൾക്കാം. നല്ല കൗതുകകരമായൊരു കേൾവിയാണത്. അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ പറയുന്നത് കേൾക്കാം. കുറ്റങ്ങൾ മാത്രം ചെയ്തു പോകുന്നവരാണ്. ഈ പുറമെ നടക്കുന്ന പല ആളുകളും ജയിലിൽ കിടക്കുന്ന ഭീകരന്മാരായ കുറ്റവാളികളെക്കാളും വലിയ കുറ്റവാളികളാണ് ഈ ലോകത്തിൽ വെറുതെ നടക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും. സന്ദർഭത്തിനൊത്ത് കിട്ടുന്നില്ലാത്തത് കൊണ്ട് അകത്ത് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പോലീസുകാരുടെ എണ്ണത്തിൻ്റെ കുറവ് കൊണ്ട് എന്ന് വേണമെങ്കിൽ വിചാരിക്കാവുന്നതാണ്. അപ്പോൾ താൻ സ്വീകരിച്ച, എന്നിട്ട് നിങ്ങൾ സ്വീകരിക്കണം എന്ന് അദ്ദേഹം ഉപദേശിച്ച തത്വം അദ്ദേഹം തന്നെ തൻ്റെ ജീവിതത്തിൽ നിഷ്കരുണം പാലിച്ച ഒരു പാലിക്കലുണ്ട്. ആ പാലിക്കലാണ് ഈ സ്വർഗാരോഹണത്തിൽ പാലിച്ച് അദ്ദേഹം ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതൊരു മൃതിയല്ല, അത് വേറൊരു സ്ഥലത്തേക്കുള്ള പോക്കായിരുന്നു. അതുകൊണ്ടാണ് ആരും നത്വം നേമേ ജനാധിപാഹ, ഈ യുദ്ധത്തിൽ മരിക്കാൻ പോകുന്നു നീ വിചാരിക്കുന്ന ജനനായകന്മാർ നീ ഉൾപ്പെടെ മരിക്കുന്നില്ല. അവർ പിന്നെയും ലോകത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ വഴി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരും കൊല്ലുന്നുമില്ല, ആരും കൊല്ലപ്പെടുന്നുമില്ല എന്ന് പറഞ്ഞു വെച്ച് അറയുടെ അകത്ത് കയറി ഒളിച്ചിരുന്നു. അല്ലെങ്കിൽ ഈ വെള്ളം കയറിയില്ലാത്ത സ്ഥലത്തിൽ ഒരു മടയുണ്ടാക്കിയിട്ട് ആ മടയ്ക്ക് അകത്ത് ഒളിച്ചിരുന്നിട്ട് സുനാമി തീർന്നോ അർജുന എന്ന് വിളിച്ച് ചോദിക്കുകയല്ലേ ചെയ്തത്. അതങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ആ വിട്ടുകൊടുക്കലിൻ്റെ ഒരു ധീരതയുണ്ട്. ഇതൊക്കെ സ്വന്തം വംശത്തിലെ പെണ്ണുങ്ങളും അച്ഛനും അമ്മയും കുന്തിയുടെ അനിയത്തിമാരും അവരുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ളവരും മറ്റ് കസിൻസ് ഇവരെല്ലാവരുമാണ് ഈ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത്. യുദ്ധത്തിൽ
പുല്ലിൻ്റെ വായ്ത്തല കൊണ്ട് വെട്ടിക്കൊന്നിട്ടുള്ളവരുമാണ് ഈ വെള്ളത്തിൽ മുങ്ങി ചാവുന്നത്. മിക്കവാറും ആ പ്രദേശം മുഴുവനും ചോര തന്നെയായിരുന്നിരിക്കും. അതിലൊന്നും യാതൊരു കൂസലമില്ലാതെ അദ്ദേഹം കാട്ടിൽ അങ്ങനെ കിടന്നു. വെറും നിലത്ത് വെറും നിലത്ത് കിടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് പഞ്ചേന്ദ്രിയങ്ങൾ, ആ പഞ്ചേന്ദ്രിയങ്ങളുടെ മൂലസ്രോതസ്സിലേക്ക് പോകുന്നു എന്നാണ്. അപ്പോൾ അതൊക്കെ വെറുതെ കെട്ടുകഥ പോലെ എഴുതി ഉണ്ടാക്കിയതാണ് എന്ന് നമുക്ക് തോന്നും. അത് കെട്ടുകഥയല്ല. അതിന് മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഘടനയുമായി ബന്ധമുള്ള ഒരു സംഗതിയാണ് എന്ന് നമുക്ക് പിടികിട്ടണമെങ്കിൽ ഈ വ്യാസൻ പറഞ്ഞ ശാസ്ത്രങ്ങളുടെ പരിജ്ഞാനം നമുക്ക് വേണം. എങ്കിലേ ഇത് മനസ്സിലാവും. അല്ല സാധാരണ നോവൽ വായിച്ച അനുഭവം വെച്ചുകൊണ്ട് ഇതിനെ അളന്നു നോക്കുമ്പോൾ ഇത് കേവലം കെട്ടുകഥയാണെന്ന് നമുക്ക് തോന്നും.